ചെറിച്ച വേണ്ട മോളെ, അത് മോള് എന്നെ കയ്യിൽ വെച്ചോ. വേണ്ട, ചെറിച്ചിന്റെ കയ്യിലിരിക്കട്ടെ. മോളെ, കുറച്ചു ദിവസം ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പോയാ പോരെ? അല്ല ചെറിയമ്മേ, എനിക്ക് അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഇനിയിപ്പോ ഇങ്ങോട്ടുള്ള വരവ് കുറയോ നിത്യേ? ഇല്ല സന്ദീപേട്ട, ഇവരെല്ലാവരും ഇവിടെ ഇല്ലേ? മോളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട. സാധാരണതേട്ടനും കൂടി ഇല്ലാത്തതുകൊണ്ട് ഇനി നിത്യമോളുടെ കാര്യങ്ങൾ പൂർണ്ണമായും നോക്കേണ്ടത് ഞങ്ങളാ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനൊരു വീഴ്ച വരില്ല. അച്ഛാ, ഒരു മിനിറ്റ്. ചെറിച്ച, ആ താക്കോലൊന്നും തന്നെ. ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. ഹരി, ഇനി പോയാൽ എന്നാ വരാന്നറിയില്ല. ഈ അഡ്രസ്സിലൊന്ന് പോയി അന്വേഷിച്ചാലോ? അച്ഛാ, പോകുമ്പോ ഒരു സ്ഥലത്തൊന്ന് നിർത്തണം. എനിക്കൊരു സുഹൃത്തിനെ കാണാനാ. കുറെ നാളായി കണ്ടിട്ട്. ഇനി എപ്പോ പറ്റുമെന്നറിയില്ല. അതിനെന്താ മോളെ, നമുക്ക് പോയി കണ്ടിട്ട് പോവാം. മോളെ, നമുക്ക് പോവാം.
മോളെ മുത്തശ്ശി, മുത്തശ്ശി. നിത്യമോളാ? അതെ മുത്തശ്ശി. മോളെ ഇങ്ങോട്ട് കേറുവാ. ഇതെന്തു പറ്റി? അന്ന് കണ്ടതുപോലെയല്ലല്ലോ, ഒരു തളർച്ച പോലെ. ആ, ഒന്ന് വീണു മോളെ. അയ്യോ, എന്നിട്ട്? ഹരി ആസ്പത്രിയിൽ കൊണ്ടുപോയി. ഇതായിരുന്നോ ഹരിയുടെ വീട്? ഇത്രയും അടുത്തുള്ള ആളെയാണോ ഞാൻ അറിയാതെ പോയത്? ഒരുപാട് വായിക്കുന്ന ആളാണെന്ന് മനസ്സിലായി. എഴുതിയ വരികളിൽ എഴുതാതെ പോയ കുറേ വാക്കുകൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും ഒരുപാട് വായിക്കണം. വായന നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അവിടെ കാഴ്ചക്കാരായി നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ആകാശത്തിലെ മേഘത്തുണ്ടുകൾ പോലെ ഒട്ടും കനമില്ലാതെ നമുക്ക് ഒഴുകി നടക്കാം. മറുപടിക്കൊപ്പം ഞാൻ എഴുതിയ പുതിയൊരു കവിത കൂടി അയക്കുന്നു. സ്നേഹപൂർവം, ഹരി. ഇദ്ദേഹത്തോടാണോ ഞാൻ കത്തുകളിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത്? എന്താ മോളിവിടെ? ഞാൻ ഈ വീട്ടിലൊരാളെ കാണാൻ വന്നതാ. അവരൊന്നും ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. മോളെവിടുന്നാ? ഞാൻ കുറച്ച് അപ്പുറം ഉള്ളതാ. അവരെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ മാർഗമുണ്ടോ? ഇല്ലല്ലോ. ഹരി ആരോടൊന്നും പറയാതെ പോയത്. എന്നാ ശരി മോളെ, മോള് ചെല്ലും. ശരി. എവിടെയായിരിക്കും? കത്തുകളിൽ എപ്പോഴും ഒറ്റയ്ക്ക് നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എവിടെ പോയതാണാവോ? മാറില
സുജാതെ, മോനെ ചികിത്സിക്കണം. അവനൊരു ഭ്രാന്തനാകാൻ വിട്ടുകൊടുക്കാൻ വയ്യ. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിത്യയാണ്. അവൾക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ല. നീ സ്വന്തം മക്കളെ മറന്നാലും ഞാൻ പരാതി പറയില്ല. കാരണം നിത്യമോള് നമ്മളെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. അവൾ കണ്ണീര് കുടിച്ചിറക്കിയത് അത്രയും നമ്മളെ ഓർത്തിട്ടാണ്. നീ എന്നും ഇതുപോലെ നിത്യമോളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഞാൻ അവളെ കൈവിടില്ല രഘുവേട്ട. വിവാഹബന്ധത്തിലൂടെ മരുമകളായി വന്നു കയറിയ പെൺകുട്ടിയല്ല അവള്. എത്രയോ ജന്മം മുൻപ് ഞാനും അവളും തമ്മിൽ ഒരുമിച്ച് നടന്നതുപോലെ, ഇന്ന് എന്റെ പ്രാണൻ തന്നെയായിരുന്നത് പോലെ. അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആരെയും മറന്നുകളെ. യെസ് സാർ. ഓക്കെ സാർ, ഐ കൻ അണ്ടർസ്റ്റാൻഡ് സാർ. ഓക്കെ സാർ, ജയ് ഹിന്ദ്. എന്തു പറ്റി? ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഞാനൊരു അപേക്ഷ കൊടുത്തിരുന്നില്ലേ? അത് പരിഗണിച്ചില്ല. ഏതോ തീവ്രവാദി ഗ്രൂപ്പുകാരുടെ ആക്രമണത്തെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ലീവിൽ പോയ എല്ലാവരെയും തിരിച്ചു വിളിക്കുക. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ എനിക്ക് തിരിച്ചു പോണ്ടി വരും. ഈ അവസ്ഥയിൽ വേറെ നിവൃത്തിയില്ല. ഇനിയിപ്പം മറിച്ചൊന്നും പറയാൻ പറ്റില്ല. തന്റെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടല്ല. ഓരോ തവണ വന്ന് തിരിച്ചു പോകുമ്പോഴും ഞാൻ തന്നോട് പറയാറുള്ളത്, മക്കളുടെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല, താനല്ലേ വളർത്തുന്നതെന്നാണ്. പക്ഷേ ഇപ്പൊ ആദ്യമായിട്ട് എനിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. താൻ സൂക്ഷിക്കണം സുജാതെ. നമ്മുടെ മക്കളെ സൂക്ഷിക്കണം. ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി കഴിഞ്ഞാൽ ഞാൻ ലീവിന് വീണ്ടും അപ്ലൈ ചെയ്യാം. ഞാൻ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരാം. തിരിച്ചു വരുമ്പോ ഒരു പക്ഷേ രഘുവേട്ടനെ കാത്തിരിക്കും. പ്ലീസ്, താൻ അങ്ങനെ ഒന്നും പറയില്ലേ. ധൈര്യം ചോർന്നു പോയാൽ പിന്നെ തന്നെ കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. താൻ പഴയതുപോലെ മനക്കരുത്ത് വീണ്ടെടുക്കണം. എല്ലാം നേടണം. തനിക്കതിന് പറ്റൂടൂ. വല്ലാത്തൊരു യാത്രയായി പോയത്. എല്ലാം പാതിയിൽ മുറിച്ച് വല്ലാത്തൊരു യാത്ര. എന്നോട് ക്ഷമിക്കടോ. അമ്മേ, അച്ഛൻ പോയത് വല്ലാത്തൊരു സമയത്തായിപ്പോയി അല്ലേ അമ്മേ? കുറച്ചു നാളുകൂടി നിൽക്കാൻ അച്ഛൻ തീരുമാനിച്ചതാ. പക്ഷെ പെട്ടെന്ന് സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. മാഡം, രഘു സാറ് പോകുമ്പോൾ ജീവൻ സാറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞത് അത് എപ്പടി നടക്കും മാഡം? കൂപ്പിട്ട് അവർ വരുമാ? അറിയില്ല ശരവണ. കഴിഞ്ഞ ദിവസം എന്റെ മടിയിൽ കിടന്ന് അതേ മനസ്സാണ് അവനെങ്കിൽ ഞാൻ വിളിച്ച അവൻ എങ്ങോട്ടും വരും. ആരുടെ മുമ്പിൽ ഒരിക്കും. മാഡം, അത് നനച്ചൊന്നും പണ്ണാതുങ്ക. കൊഞ്ചം സീരിയസായി ഒഴിച്ചു പാരുങ്ക. കൊണ്ടുപോവാതെ നിവൃത്തിയില്ലമ്മേ.
ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് നേരെയാവുമെങ്കിൽ അത് നല്ലതല്ലേ? സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ടാ നീ സംസാരിക്കുന്നതെന്ന് നമുക്കറിയാം. എന്റെ സ്ഥിതിയും വ്യത്യസ്തമൊന്നുമല്ല. എന്ത് ക്രൂരത കാണിച്ചാലും അതിൻ്റെ ഒടുവിൽ കരഞ്ഞുകൊണ്ട് വന്നു അമ്മയെന്ന് വിളിച്ച എൻ്റെ ഉള്ളിലൊരു പിങ്ങല. നമുക്ക് എല്ലാവർക്കും കൂടെ ഏട്ടനോട് പറയാമേ. ചിലപ്പോ ഒരു എതിർപ്പും ഇല്ലാതെ ഏട്ടൻ സമ്മതിച്ചാലോ? ഏട്ടനും ഉണ്ടാവില്ലേ നന്നാവണമെന്നൊക്കെ ആഗ്രഹങ്ങള്? അങ്ങനെ അവനെ ദൈവം തോന്നിപ്പിക്കട്ടെ. പിന്നെ എല്ലാവരോടും ഒരു കാര്യം, ഇത്രയും ദിവസം അവൻ വയലന്റ് ആവുമ്പോൾ പിടിച്ചു മാറ്റാനും തടുക്കാനും അച്ഛനുണ്ടായിരുന്നു. അവൻ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇനി ആവുകയാണെങ്കിൽ ആരും അവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കരുത്. കേട്ടല്ലോ? എന്താ അത്? അസോസിയേഷന്റെ ഹാളിൽ നിന്നാണല്ലോ അമ്മേ. നമുക്ക് പോയി നോക്കാം. എന്താ ഇവിടെ ബഹളം? എന്ത് പറഞ്ഞിട്ട് നിർത്തുന്നേ ഇല്ല. ഒന്ന് നിർത്ത. നിങ്ങൾ എല്ലാവരും ഒന്ന് ഇരുന്നേ. മാത്യു സാറേ, എന്തായി കാണിക്കുന്നേ? നിങ്ങൾ രണ്ടുപേരും മാന്യന്മാരല്ലേ? നമ്മൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് അല്ലേ? എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞു പരിഹരിക്കാമല്ലോ. ഇതിന് പരിഹാരമൊന്നുമില്ല സുജാതെ. ഇയാൾക്ക് എന്നോടും എന്റെ കുടുംബത്തോടും വെറുതെ ഒരു ചൊറിച്ചില്ല. ചൊറിച്ചിലൊന്നുമല്ല, ഉള്ളത് തന്നെയാ. ഇത് തുടങ്ങിയിട്ടേ കുറെ കാലമായി. അതെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അതൊരു വഴക്കിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാ രണ്ടു കൂട്ടരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. പക്ഷേ വിളിപ്പിച്ചതേ അപകടം എന്നുള്ള അവസ്ഥയാണല്ലോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. രവി സാറേ, നിങ്ങൾ ഇവിടെ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കെ. പ്രശ്നം പരിഹരിക്കാനാണല്ലോ അസോസിയേഷനൊക്കെ ഉള്ളത്. നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ പോലീസിന് വിടാം. അത് തന്നെ എനിക്കും പറയാനുള്ളത്. പോലീസ് വന്നാൽ ഇതിനൊരു തീരുമാനമാവും. എവിടുന്ന് കുറെ പിള്ളേരെ കൊണ്ടു താമസിപ്പിച്ച് മൂന്ന് ദിവസം കാണിക്കുക. ഞങ്ങൾ അയൽവക്കക്കാർക്ക് ഇവിടെ മര്യാദയ്ക്ക് താമസിക്കണ്ടേ? പോട്ടെ നോക്കുമ്പോ തലയിലോട്ട് കയറും അവനൊക്കെ. ഇത് ഇനി ഇവിടെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. അസോസിയേഷൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റ് സുജാത വന്നിട്ടുണ്ട്. സുജാത ഇരിക്കെ. നിങ്ങളും ഇരിക്കും. നീ കുടിച്ചിട്ടുണ്ടോ? രഞ്ജിത്തിന്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു, കഴിച്ചു പോയി. നീ വീട്ടിലോട്ട് വാ, കാണിച്ചു തരാം ഞാൻ. എന്താ പ്രശ്നം? കേൾക്കട്ടെ. സുജാതയ്ക്ക് അറിയാലോ, മാത്യു സാറിന്റെ വീട്ടില് 3-4 പേര് താമസിക്കുന്നുണ്ട്. അതിലാണും പെണ്ണും ഒക്കെയുണ്ട്. അവരവിടെ അരുതാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നാ രവി സാറിന്റെ ആക്ഷേപം. ആക്ഷേപമൊന്നുമല്ല, സത്യ. ഞാൻ എന്റെ കണ്ണി കണ്ടതുകൊണ്ടാ പറയുന്നത്. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് എന്നോട് പറയണം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിടാന്ന് പറഞ്ഞാലേ അതെനിക്ക് നാണക്കേടാ. അതെങ്ങനെയാ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നേ? സുജാത പറ. ഇയാളെ പോലുള്ളവരാ ഈ നാട്ടിൽ വെറുതെ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കുന്ന. എന്താ തനിക്ക് മാത്രമേ ഉള്ളൂ? ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കൊന്നും അഭിമാനമില്ലേ? ഇവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് അഭിമാനമില്ലേ? ഇനി ഇങ്ങനത്തെ വേണ്ടാദിനങ്ങൾ താൻ പറഞ്ഞുകൊണ്ട് നടക്കരുത്. തോന്നിവാസം കാണിച്ചാൽ പറഞ്ഞുകൊണ്ട് നടക്കണോ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. ഇവിടെ ചെറുപ്പക്കാരെ കൊണ്ട് താമസിപ്പിക്കുന്ന ഒരു ഉദ്ദേശം വേറെ തന്നെയാ. അതൊക്കെ തന്നെ വെറും തോന്നല. നല്ല മനസ്സോടെ എല്ലാവരെയും കാണാൻ നോക്കും. അപ്പൊ തന്നെ ഈ പ്രശ്നമൊക്കെ തീരും. ഞാൻ മാന്യത ഉള്ള ആൾക്കാരെയാ താമസിപ്പിച്ചു. ഒരു മാന്യത. താനാ മാന്യതക്കേട് സംസാരിക്കുന്നത്. എന്തിനാ രവി സാർ ഇങ്ങനെ അടച്ചാക്ഷേപിച്ച് സംസാരിക്കുന്നത്? നമ്മുടെ അസോസിയേഷന്റെ അകത്ത് എത്രയോ വീടുകളിൽ പുറത്തുനിന്നുള്ള കുട്ടികൾ വന്ന് താമസിക്കുന്നുണ്ട്. നീ ആരെ കാണാനാണ് ഇവിടെ നിൽക്കുന്നത്?
എല്ലാവരുടെയും കണ്ണ് നിന്റെ ദേഹത്താ. ഇവിടെ ആരെയായിട്ട് നിനക്ക് മയക്കെടുക്കാനുള്ള? ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവിടുന്ന് പോടി, അല്ലെങ്കിൽ ഇവിടെ ഇട്ട് നിന്നെ ഞാൻ നാറ്റിക്കും.